ഒരു കഥ പറയുമ്പോൾ അത് വെറും വാക്കുകളല്ല, ആരോ ഒരാളുടെ ജീവിതമാണ്, ആരോ ഒരാളുടെ കണ്ണീരാണ്, ആരോ ഒരാളുടെ ചിരിയാണ്. ആ കഥകളിലെ കഥാപാത്രങ്ങളായി ഞാൻ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഇത്രയും കാലം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ആ മറ നീങ്ങുകയാണ്. ഇന്ന് ഞാൻ നേരിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങൾക്ക് പറയാൻ ഒരു വേദിയുമായി. Welcome to Adirapalli Silver Storm Asha Sharad Show, powered by Joy Alucas and Kanchana Foods. പുതിയ തലമുറ, പുതിയ വിപ്ലവം, പുതിയ ജീവിത വീക്ഷണം. അതിലൊന്നാണ് പെൺകുട്ടിയുടെ പുതിയ തീരുമാനം. എനിക്കിപ്പോൾ പ്രസവിക്കണ്ട, ഇപ്പോൾ കുഞ്ഞു വേണ്ട, കരിയർ ആദ്യം, ഫിനാൻഷ്യലി സെറ്റിൽ ആയതിനു ശേഷം മാത്രം മതി, ഒരു പക്ഷേ കുഞ്ഞു വേണ്ടെന്നും തീരുമാനിക്കാം. അതേസമയം മറ്റൊരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. IVF സെന്ററുകൾ വർദ്ധിക്കുന്നു. എഗ് ഫ്രീസിംഗ് എന്ന വാക്ക് സാധാരണ സംഭാഷണങ്ങളുടെ ഭാഗമാകുന്നു. ലേറ്റ് പ്രഗ്നൻസി ഇന്നൊരു ട്രെൻഡാണോ, അതോ ഒരു നിർബന്ധിത ജീവിത ശൈലിയാണോ? ഇന്നത്തെ ചർച്ച മാതൃത്വത്തെ അനുകൂലിക്കാനോ എതിർക്കാനോ അല്ല, കുഞ്ഞു വേണമെന്ന തീരുമാനത്തെയോ കുഞ്ഞു വേണ്ടെന്ന തീരുമാനത്തെയോ വിധിക്കാനുമല്ല. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ ചിന്തകളെയും അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളെയും മെഡിക്കൽ സത്യങ്ങളെയും സാമൂഹ്യ സമ്മർദ്ദങ്ങളെയും ഒരുമിച്ച് മനസ്സിലാക്കാനുള്ള ഒരു തുറന്ന സംഭാഷണമാണിത്. കല്യാണം കഴിക്കുന്നത് തന്നെ ഒരു കുഞ്ഞുണ്ടാവാനാണല്ലോ. ആണോ? ആണ്. 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് എന്ന് പറയുന്ന ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നും അല്ല. പ്രോപ്പർ ആയിട്ട് ഒരു മാസം ട്രൈ ചെയ്താൽ 20% ഗർഭിണി ആവുള്ളൂ. അല്ലാതെ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു മാസം ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടാൽ തന്നെ നെക്സ്റ്റ് മന്ത് ഗർഭിണി ആവണമെന്നില്ല. വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞ് വേഗം തന്നെ ഉണ്ടായ ചെറുപ്പത്തിൽ ഇതങ്ങ് നടന്നു പൊക്കോളും എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും സോൾഡ് ഔട്ട് ആയിട്ടുള്ള നുണ. എൻ്റെ ഒരു 13 വർഷം ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് നർത്തകി എന്ന നിലയിൽ നഷ്ടമായിട്ടുണ്ട്. യു സെഡ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രസവിക്കാത്ത സ്ത്രീകളെ സ്ത്രീകൾ എന്ന് വിളിക്കില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം? അങ്ങനെ പറഞ്ഞതല്ല. ഭയമില്ലാതെ ചോദിക്കും, വിധിക്കാതെ കേൾക്കും. ഇന്ന് നമ്മൾ തുറന്നു പറയും. കേരളത്തിൽ ഇന്ന് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പുതിയ തലമുറയുടെ തീരുമാനം, എനിക്കിപ്പോൾ പ്രസവിക്കണ്ട. പുതിയ തലമുറയിൽ നിന്ന് തന്നെ തുടങ്ങാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 year ആയി. സോ 1 year കല്യാണം കഴിഞ്ഞൊരു 2 months കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാർ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് നെക്സ്റ്റ് പ്ലാൻ, ബേബി പ്ലാൻ ഒന്നും ഇല്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. വിത്തിൻ 6 months കണ്ട് പരിചയപ്പെട്ടിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. സോ ഫസ്റ്റ് ഞങ്ങളുടെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു പാർട്ട്ണർഷിപ്പ് ഗ്രോ ചെയ്യണം. സോ അങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു തേർഡ് പേഴ്സണെ ഞങ്ങൾക്ക് എൻ്റർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ വരെ പറ്റുള്ളൂ. കുഞ്ഞില, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എടുക്കേണ്ട തീരുമാനങ്ങളുടെ നിർണയാവകാശം പരിപൂർണമായിട്ടും നമ്മുടെ ചോയ്സ് ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹം ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും, പക്ഷെ അതൊക്കെ കേട്ട് എടുക്കേണ്ട തീരുമാനമല്ല നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ടതെന്ന് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ അങ്ങനെയുള്ള അനേകം ചോയ്സുകളിൽ ഒന്നാണ് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളത്. അത് പരിപൂർണമായിട്ടും ആ വ്യക്തിയുടെ തീരുമാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രജനി, ഞാൻ ഡിലേഡ് പ്രഗ്നൻസി ചൂസ് ചെയ്ത ഒരാളാണ്. അതായത് എൻ്റെ കരിയറും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ആയതിനു ശേഷം ഒരു കുഞ്ഞു മതി എന്ന് തീരുമാനമെടുത്ത വ്യക്തിയാണ്. അതിലുപരി കുട്ടി വേണ്ട എന്ന് തീരുമാനിക്കുന്നവരെ ഈ സൊസൈറ്റി നോർമലൈസ് ചെയ്യേണ്ട അവകാശം കൂടിയുണ്ട്. അതായത് കുട്ടി വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയുന്നതിനപ്പുറം എന്തിനാ, എന്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യാൻ ഇവിടെ സമൂഹത്തിന് അവകാശമില്ല എന്നതാണ് നിലപാട്. ജിഷരാജൻ, പ്രസവത്തിന്റെ മോണോപോളി ഉള്ളത് സ്ത്രീയുടെ കയ്യിലാണ്. അപ്പം അവർക്ക് ആ തീരുമാനം എടുക്കാനുള്ള അവകാശം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഗംഗ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഡിസിഷൻ എടുത്തു. അതെ, എനിക്കൊരു കുട്ടീന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ പണ്ടത്തെ തലമുറയാണെങ്കിലും എങ്ങനെയാണ് പാരന്റിങ് എന്നുള്ള ഒരു അവയർനെസ്സോട് കൂടി അല്ല പൂർണ്ണമായി പാരന്റ് ചെയ്തത്. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്ലോയിൽ ചെയ്യേണ്ട കാര്യമല്ല, അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അത് അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. അപ്പൊ ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇനി നമുക്ക് കേരളത്തിന്റെ ഒരു ഫാക്ട് ചെക്ക് നമുക്ക് നടത്തിയാലോ? വെറും 1.5 കേരളത്തിൽ ഒരു സ്ത്രീ ശരാശരി പ്രസവിക്കുന്ന കുട്ടികളുടെ എണ്ണം. ജനസംഖ്യ നിലനിർത്താൻ വേണ്ടത് 2.1. മൈ ബോഡി മൈ ഡിസിഷൻ എന്ന നിലപാട് കേരളത്തിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റും
1.5 കുറയുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ചേരുമ്പോൾ ഭാവിയിൽ കേരളം പ്രായമായവരുടെ സംസ്ഥാനമായി മാറുമോ എന്ന മുന്നറിയിപ്പാണോ, അതോ ഒരു വ്യക്തിയുടെ ജീവിത തീരുമാനത്തെ സമൂഹത്തിന്റെ കണക്കുകൾ വെച്ച് അളക്കാൻ പാടില്ലേ? അവസാനം എന്താണ് കൂടുതൽ പ്രധാനപ്പെട്ടത്, വ്യക്തിയുടെ തിരഞ്ഞെടുപ്പാണോ സമൂഹത്തിന്റെ ഭാവിയോ? ഇത് കാലത്തിന്റെ സ്വാഭാവിക മാറ്റമാണോ അതോ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാമൂഹിക മാറ്റമാണോ? ലിലിയമ്മച്ചി 3 മക്കളെ വളർത്തിയ ഒരു അമ്മയാണ് അല്ലേ? തീർച്ചയായിട്ടും വിവാഹം കഴിച്ചിട്ട് ഉടനെ കുട്ടികൾ വേണോ അതോ സമയം എടുത്ത്? എന്താ അമ്മച്ചിയുടെ അഭിപ്രായം? കല്യാണം കഴിക്കുന്നത് തന്നെ ഒരു കുഞ്ഞുണ്ടാവാനാണല്ലോ. ആണോ? ആണ്. ആ അവരെ നമ്മളെ നല്ല ആരോഗ്യത്തോടെ വളർത്തണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. അപ്പൊ നേരത്തെ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ അത്രയും നല്ലത്. അവരെ വളർത്തി പൊക്കിയെടുക്കാൻ ഒത്തിരി വിഷമിച്ചാലും നമുക്ക് അതൊരു സന്തോഷമാണ്. കല്യാണം കഴിക്കുന്നതേ കുട്ടികൾക്ക് വേണ്ടി എന്നല്ലാതെ കല്യാണം കഴിക്കുന്നു, അവര് കുറച്ചു കാലത്തിന്റെ ശേഷം അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അതിനോട്? കുറച്ചു കാലത്തേക്ക് അങ്ങോട്ട് നീണ്ടുപോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഈശ്വരൻ തന്നോളണമെന്നില്ല. ശരിയാണ്. ഞാൻ എന്റെ കാര്യം അത് പറയാം. ശരിക്കും ഒരു പോയിന്റ് അല്ലേ? നമുക്ക് സപ്പോസ് നമ്മൾ സമയമായി നമുക്കൊരു പ്രഗ്നന്റ് ആവണം, നമുക്കൊരു കുട്ടി വേണമെന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പ്രഗ്നന്റ് ആയിക്കൊള്ളുന്നില്ല. അതിനെ കുറിച്ച് നിങ്ങൾ അമ്മച്ചിയുടെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? പക്ഷെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഞാൻ കല്യാണം കഴിച്ചത് 28-29 വയസ്സിലാണ്. എനിക്ക് മോനുണ്ട്, എനിക്ക് 1 വയസ്സായുള്ള മോനുണ്ട്. എനിക്ക് 32ാമത്തെ വയസ്സിലാണ് ഞാൻ ഗർഭിണിയാവുന്നത്. അതായത് നമുക്ക് 32 വയസ്സായാലും 35 ആയാലും നല്ലൊരു ജീവിതശൈലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ബേബി ആവാം. ഞാൻ കല്യാണം കഴിഞ്ഞ് 20 years ആണ് ആവാൻ പോകുന്നത്. ഒരു 9 year കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസവിച്ചിട്ടുള്ളത്. ഈ 9 year എൻ്റെ സ്ഥലം ബേസിക്കലി പാലക്കാടാണ്. അപ്പൊ പാലക്കാട് എന്ന് പറയുമ്പോൾ അറിയാം, ഒരു പക്ക ഗ്രാമപ്രദേശമാണ് എൻ്റെ. അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് പുറത്തിറങ്ങുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയും പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരുടെ ചോദ്യമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരാൾ മരിക്കണമെങ്കിൽ പോലും ജിഷ ഒന്ന് പ്രസവിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ്. എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിക്കുന്നത് എൻ്റെ പ്രസവം ബേസ് ചെയ്തിട്ടായിരുന്നു. ഏറ്റവും അവസാനം ഒരു 9 വർഷം കഴിഞ്ഞ് മോനായി. ഇപ്പോൾ മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കെട്ടിയതും അപ്പൊ പ്രസവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചെക്കനെ വല്ല പണിക്കും വിട്ട് നമുക്ക് വെറുതെ ഇരിക്കായിരുന്നു. അതൊരു ഞാനെപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ചോയ്സിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, സ്ത്രീകളുടെ പ്രസവത്തിൽ എന്തിനാണ് ആണുങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചേക്കാം. പക്ഷെ തീർച്ചയായിട്ടും ആണുങ്ങളുടെ അഭിപ്രായം വാലിഡ് ആണ്. ഇത്തരത്തിൽ ഇൻഡിവിജ്വൽ ചോയ്സിനെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പേർപ്പസസ് ആയിട്ട് എഡ്യൂക്കേഷണൽ കോണ്ടന്റ്സ് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുത്തണം. അത് പേഴ്സണൽ ചോയ്സിലേക്ക് അൾട്ടിമേറ്റ്ലി എത്തിക്കണം. ക്രിസ്റ്റി, ഞാനിപ്പോൾ അൺമാരീഡ് ആണ്. എനിക്ക് 30 വയസ്സായി. എനിക്കൊരു 24-25 ആയപ്പോൾ പ്രപ്പോസൽസ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അവരുടെ കൂടെ സെയിം അല്ല എന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആയിട്ട് ഇനി കല്യാണം കഴിക്കുള്ളൂ. കാരണം എനിക്ക് തനിയെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഞാനൊരു കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, എന്നാണോ നമ്മൾ പേഴ്സണലി മെന്റലി പ്രിപ്പയർഡ് ആവുന്നത് അന്ന് മാത്രമേ ഒരു കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ചേച്ചിയുടെ അഭിപ്രായം എന്താ? സ്ത്രീ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവൾ അമ്മയാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ. അവൾക്ക് അതിനുവേണ്ടി ഒരു അവയവം തന്നെ കൊടുത്തേക്കുന്ന ദൈവം. അയ്യോ, അത് ഒരിക്കലും നമ്മൾ നിഷേധിക്കുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇവർ പറയുന്ന പോലെ ഇവരുടെ സാഹചര്യം അനുസരിച്ച് നീങ്ങണതിന് കുഴപ്പമില്ല. പക്ഷെ അതായത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രസവിക്കാത്ത സ്ത്രീകളെ, ആ വാക്കുകൾ എനിക്ക് ഉപയോഗിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അത്തരത്തിലെ സ്ത്രീകളെ നിങ്ങൾ സ്ത്രീകൾ എന്ന് വിളിക്കില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം? അങ്ങനെ പറഞ്ഞതല്ല. അതായത് നമുക്ക് തന്നേക്കണ ഒരു വരമാണത്. അത് നമ്മൾ അത് വേണ്ടുവോളം, അതായത് നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോഴേ അതിന്റെ സുഖം എന്താണെന്നോ ഞങ്ങൾക്ക് അത് അനുഭവിച്ചാണോ. എന്താ പറയാനുള്ളത് ഇതിനെ പറ്റി? എനിക്ക് കുട്ടിക്കാലം തൊട്ട് ഇപ്പൊ വരെ ഒരിക്കൽ പോലും ഒരു അമ്മയാവണമെന്നോ കുട്ടി വേണമെന്നോ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. അപ്പം അത് നാച്ചുറൽ ആണ്. നമ്മൾ ബയോളജിക്കലി നമ്മൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സ്ത്രീകൾ ഇങ്ങനെ പ്രോഗ്രാംഡ് ആണ് ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് തീർത്തും തെറ്റാണ്. അങ്ങനെ നമ്മുടെ പഠനങ്ങൾ പറയുന്നില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നില്ല, ഒന്നും തന്നെ പറയുന്നില്ല. ചില സ്ത്രീകൾക്ക് അങ്ങനെ തോന്നുന്നത് വളരെ നല്ല കാര്യം. അവരത് എക്സസൈസ് ചെയ്യട്ടെ, അവർ കുട്ടികളെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യട്ടെ. പക്ഷെ അതാണ് നമ്മുടെ ലക്ഷ്യമെന്നോ അതിലാണ് നമ്മുടെ പൂർണ്ണത നമ്മൾ കൈവരിക്കുന്നതെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. സത്യത്തിൽ എനിക്ക് പൂർണ്ണത ഞാൻ കണ്ടെത്തുന്നത് എന്തെങ്കിലും എഴുതുന്നതിലോ അല്ലെങ്കിൽ വായിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലോ ആയിരിക്കാം. അതൊരു ഇൻഡിവിജ്വലിന്റെ ഡിസിഷനാണ്. അത് മറ്റൊരു വ്യക്തിക്ക് അത് കുട്ടികൾ ഉണ്ടാക്കുന്നതിലാണെങ്കിൽ നല്ല കാര്യം, അവരത് ചെയ്തോട്ടെ, അത്രേ ഉള്ളൂ. ഡോക്ടർ സോണിയ ഫഹാൻ. മാഡം, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ വേണമെങ്കിൽ, നമ്മൾ ഇവിടെ വന്ന് ഇരിക്കണമെങ്കിൽ നമ്മളെ അമ്മമാരും വിചാരിക്കാൻ എഴുതി വായിച്ചു വിടുന്ന, പിന്നെ നമ്മളെങ്ങനെ ഉണ്ടാവൂടാ?
നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് പ്രസവിക്കാനുള്ള സാഹചര്യം വേണം, നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന പുരുഷനും അവരുടെ അമ്മയും. ഇപ്പൊ നമുക്ക് അമ്മമാരും മാത്രമല്ല, അവരുടെ കുടുംബം, അതായത് സമൂഹം തന്നെ മനസ്സിലാക്കണം. ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ബസ്സിന്റെ അകത്ത് ഗർഭിണി എന്ന് പറഞ്ഞിരിക്കാൻ സ്പേസ് കൊടുത്തിരിക്കുന്നത്? അവരെ അത്രയും കെയർ ചെയ്യണം. ആ കെയറിങ് കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇപ്പൊ പ്രസവിക്കാൻ തയ്യാറായിരിക്കും. ഇതൊരു സാമൂഹ്യ അവസ്ഥയുടെ ബാക്കി പത്രമാണ്. ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ് എന്നൊക്കെ അവരിതിനെ ഇച്ചിരി മോഡിഫൈ ചെയ്ത് പറയുന്നതാണ്. ബട്ട് നിയമപരമായിട്ട് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യേണ്ട ചില ക്രഷ് സംവിധാനങ്ങളുണ്ട്. അതായത് ഇത്ര തൊഴിലാളികൾ, 50-ലധികം തൊഴിലാളികൾ ഒരു സ്ഥാപനം നടത്തുന്നതിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രഷ് സംവിധാനം. ഈവൻ എൻ്റെ ബാല്യകാലം ഞാൻ ഹെൽബറി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളായിരുന്നു, എൻ്റെ പപ്പായുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം. അവിടെ പോലും ഒരു ലയത്തിൽ തന്നെ 2-3 നമ്മളതിനെ പിള്ളപ്പര എന്നാ പറയുന്നത്, പിള്ളപ്പരകളുണ്ട്. അവിടെ ഇവർക്ക് ഗ്യാപ്പുകളിൽ വന്ന് കുട്ടികൾക്ക് പാല് കൊടുക്കാം, നല്ല പരിചരണം കൊടുത്ത് കുട്ടികളെ വളർത്തിയിട്ട് അവരെ, ആ സ്ത്രീകളെ തൊഴിലിടങ്ങളിൽ അവർക്കുള്ള സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. ബട്ട് വി ആർ സോ എഡ്യൂക്കേറ്റഡ് അല്ലേ, നമ്മൾ എല്ലാം കൊണ്ടും സിവിലൈസ്ഡ് ആയെന്ന് പറയുമ്പോഴും ഇൻഫോ പാർക്കിൽ ഒരു ക്രഷാണുള്ളത്. ഡോക്ടർ സോണിയ, ഒരു പ്രസവിക്കാൻ ഒരു ഏജ്, ഇപ്പൊ നേരത്തെ ഒരു ബയോളജിക്കൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, ഒരു ഏജ്, ഒരു പ്രായം അങ്ങനെയുണ്ടോ? വി ആർ ഓൾ വെരി കരിയർ ഓറിയന്റഡ് വിമൻ. ദ വേ വി ഈറ്റ്, സ്പീക്ക്, ദെയർ വി ബ്രീത്ത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഏജിങ്ങിനെ കുറച്ച് ഫാസ്റ്റർ ആക്കി. സോ നമ്മളിപ്പോൾ പറയുന്ന 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് എന്ന് പറയുന്ന ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നും അല്ല. ഒരു അവയവം പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് പ്രഗ്നൻസീസ് ഡിലേ ചെയ്യുന്നതിൽ അതിൻ്റെ ദൂഷ്യങ്ങളുണ്ട്. ഒരിക്കലും ജയിക്കാത്ത ഒരു തർക്കമാണ് കരിയർ വേഴ്സസ് മദർഹുഡ്. ആൻഡ് അത് വളരെ ക്ലിയർലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ചോയ്സ് ആണ്. അത് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അത് 100% മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി, സൈക്കോളജിക്കലി ഒരു സ്ത്രീയും അവരുടെ പാർട്ട്ണറും റെഡി ആകുമ്പോൾ ആകേണ്ട ഒരു കാര്യമാണ്. ഐ കം ഫ്രം എ ഫാമിലി പ്രിഡോമിനൻ്റ്ലി വിത്ത് ഗൈനക്കോളജിസ്റ്റ്. സ്റ്റിൽ ആഫ്റ്റർ മൈ മാരേജ് പ്രായം ഉണ്ടാവില്ലേ ഡോക്ടർ? അതിന് ഏകദേശം ഒരു പ്രായം, അതിനൊരു 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു ഒവേറിയൻ ഏജിങ്, റീപ്രൊഡക്റ്റീവ് ഏജിങ് എന്ന് നമ്മൾ പറയും. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഒരു പ്രായമായി തുടങ്ങുന്നത് ഏകദേശം 30 കഴിയുമ്പോൾ അത് തുടങ്ങും. 35 കഴിയുമ്പം അത് ഡെഫിനറ്റ് ആകും. പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും വെച്ച് അത് ജസ്റ്റ് ഒരു നമ്പറാണ്. നമ്മൾ എത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്നു, ഹൗ ഹെൽത്തി ആർ വി ഈറ്റിംഗ്, ഹൗ മച്ച് എം ഐ ടേക്കിംഗ് കെയർ ഓഫ് മൈസെൽഫ്, ഹൗ മച്ച് സ്ട്രെസ് ഡു ഐ ടേക്ക്, അതനുസരിച്ച് ഈ ജനറ്റിക് ഏജിങ് മാറാം. 35 എന്ന് പറയുന്ന പ്യുവർലി ഒരു നമ്പറാണ്. അത് യുവർ ജനറ്റിക് ഓർ ബയോളജിക്കൽ ഏജ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷെ നമ്മളൊരു സൊസൈറ്റിയെ നോക്കുമ്പോൾ ഏകദേശം 30 മുതൽ ഒരു ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യും. 35 കഴിയുമ്പം ഒരു ഡിപ്പ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ബേബി വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സ്. പക്ഷെ ഡിലേ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഡിലേ ചെയ്യുന്നതല്ല ഇവിടെ പ്രശ്നം, അൺഇൻഫോംഡ് ആയിട്ട് ഡിലേ ചെയ്യുന്നതാണ്. ചില ഗൈനക് അസുഖങ്ങൾ, ഐ എം എ ലാപ്രോസ്കോപ്പിക് സർജൻ, ചില ഗൈനക് അസുഖങ്ങൾ, എൻഡോമെട്രിയോസിസ്, എഡിനോമയോസിസ്, ഫൈബ്രോയിഡ്സ്, ഇതൊക്കെ വെരി പ്രൂവൺ ആണ്. പ്രഗ്നൻസി ഡിലേ ചെയ്യുമ്പോൾ അത് വരും. അത് മനസ്സിലാക്കി അതിന് തകുന്ന ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏജ് ബിക്കംസ് ജസ്റ്റ് എ നമ്പർ ദർ. ഡോക്ടറെ, ഈ പിള്ളേരുടെ, നമ്മുടെ ഈ കുഞ്ഞുമക്കളുടെ ഓവർ പ്ലാനിങ് ഒരു പ്രോബ്ലം ആവുന്നുണ്ടോ? ഇപ്പൊ സംസാരിച്ചതിൽ തന്നെ ഐ തിങ്ക് എവരിബഡി ഹാഡ് എ പ്ലാൻ. ഇപ്പോഴത്തെ ഒരു ഭൂരിഭാഗം സമയത്ത് വെൻ ദേ ഗെറ്റ് മാരിഡ്, ദേ വാണ്ട് ടു എൻജോയ് ദെയർ മാരിഡ് ലൈഫ്, സോ ദേ ഹാവ് റിയലി ഗുഡ് സെക്ഷൽ ലൈഫ്. അത് കഴിഞ്ഞ് ആ സമയത്ത് അവർക്ക് കുട്ടികൾ വേണ്ട. ആൻഡ് ദെൻ ദേ ഡിസൈഡ് ഓക്കെ 5 years, ഈ വർഷം ഞാൻ തീരുമാനിച്ചു എനിക്ക് കുട്ടി ഉണ്ടാവണം. അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ആ ജനിക്കും, ഇവിടെ ആയിരിക്കും ഞാൻ താമസിക്കേണ്ടാവുക, ഡെലിവറി, എനിക്ക് അപ്പോഴത്തേക്ക് ഒരു വീടായി എന്നുള്ളൊരു പ്ലാൻഡ് ആയിരിക്കും. പക്ഷേ പ്രഗ്നൻസി ഈസ് എ ചാൻസ്. സോ ആ ഒരു മാസം തീരുമാനിച്ചിട്ട് ആ മാസം പ്രഗ്നൻസി ആയില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദെൻ ദേ ആർ സ്ട്രെസ്ഡ്, ദേ ഓവർ സ്ട്രെസ്ഡ്. അവർ ഒരു പ്രോപ്പറായിട്ട് ഒരു മാസം ട്രൈ ചെയ്താൽ 20% ഗർഭിണി ആവുള്ളൂ. അല്ലാതെ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടാൽ തന്നെ നെക്സ്റ്റ് മന്ത് ഗർഭിണി ആവണമെന്നില്ല. ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻവോൾവ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ടൈം കൊടുക്കണം. പക്ഷേ ആ സമയത്തേക്ക് ദേ ബിക്കം ഇംപേഷ്യൻറ്റ്. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അനഘ, ഞാൻ 4 പ്രഗ്നൻസിയും 2 ഡെലിവറിയും കഴിഞ്ഞ ഒരാളാണ്. അതെ. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ ഐ വാസ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഇഫ് യു ആർ നോട്ട് റെഡി നിങ്ങൾ ഇതിന് പുറപ്പെടരുത്. അതെൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ്. ആൾക്കാർ പറയുന്ന പോലെ ഇത് നടന്നു പൊക്കോളുമ്പോൾ, വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞ് വേഗം തന്നെ ഉണ്ടായ ചെറുപ്പത്തിൽ ഇതങ്ങ് നടന്നു പൊക്കോളും എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും സോൾഡ് ഔട്ട് ആയിട്ടുള്ള നുണ. ഒരിക്കലും കുട്ടികൾ അങ്ങനെ വലുതായി പോവില്ല. കുട്ടികളെ വലുതാക്കുക എന്നത് അത്രയ്ക്കും ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാം വളരെ, സോഷ്യലി, സൈക്കോളജിക്കലി എല്ലാം ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നിങ്ങളതിന് റെഡി ആണെങ്കിൽ മാത്രമേ പുറപ്പെടാവൂ. ആൻഡ് എനിക്കിതിൽ പറഞ്ഞൊരു കാര്യത്തിലൊരു വിയോജിപ്പ്, പ്രഗ്നൻസി ഡിലേ ചെയ്തത് കൊണ്ട് മാത്രം വരുന്ന കോംപ്ലിക്കേഷൻസ് അല്ല ഈ പറഞ്ഞ ഫൈബ്രോയിഡും എൻഡോമെട്രിയോസിസും PCOD ഒന്നും. എനിക്ക് എൻ്റെ 23 വയസ്സിലാണ് ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആവില്ലായിരുന്നു. അതായത് എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻഫെർട്ടൈൽ ആയിരുന്നു ആ സമയത്ത്. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് നാച്ചുറലി പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കാതെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഡെലിവറി ഉണ്ടായത്. അത് ആ ഒരു സംഭവം എൻ്റെ കരിയറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉണ്ടായ കുട്ടിയെ നോക്കുന്ന സമയത്ത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് ആ ഒരു ഐക്കോണിക് ക്വസ്റ്റ്യൻ ചോദിച്ചത്, എന്തിനാണ് അനഘ ഇത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യുന്നത്? തൻ്റെ പ്രായത്തിലുള്ള ആണുങ്ങൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് തൻ്റെ കുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടിയുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന പോലെ തനിക്ക് വർക്ക് ചെയ്യാൻ എന്താ? താനീ വലിയ ഇക്വാലിറ്റി ഒക്കെ പ്രസംഗിക്കുന്ന ഒരാളല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ പോലെ ഈക്വലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ? അവരല്ലേ തീരുമാനിക്കേണ്ടത്, അവരല്ലേ അതിനുള്ള സപ്പോർട്ട് തരേണ്ടത്. എക്സാക്ട്ലി. സോ എത്ര തന്നെ കുട്ടികൾ വേണ്ട എന്നുള്ളത് സോഷ്യലി അംഗീകരിക്കണം എന്ന് നിങ്ങൾ പറയുന്നു, കുട്ടികൾ ഉണ്ട് എന്നുള്ളത് വർക്ക് സ്പേസിൽ അത്ര തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ റെഡി അല്ലെങ്കിൽ ഒരിക്കലും ഇതിന് പുറപ്പെടാതിരിക്കുക. കംപ്ലീറ്റ്ലി റെഡി ആൻഡ് പാഷനേറ്റ്ലി റെഡി ടു ഹാവ് എ ചൈൽഡ്, റേസ് എ ബേബി. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നാ പണ്ടുള്ളവർ പറയാ. പക്ഷെ നമുക്ക് വില്ലേജ് ഇല്ല. ഇപ്പോൾ റെഡി ആണെങ്കിൽ മാത്രം പുറപ്പെടുക. ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഒരു കുഞ്ഞുവാവ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറുതിലെ എനിക്ക് ഇതിന് എന്ത് ചെയ്യണം എന്ന് അറിയണ്ടായിരുന്നില്ല. ഇത് കരയുമ്പോൾ തിരിച്ച് ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ ദുബായിക്ക് കൊണ്ടുപോയതാണ്. ഇത് കരയുമ്പോഴോ ചിരിക്കുമ്പോഴോ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ആകെ മൊത്തം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്തിലൂടെ ഞാൻ വളരെയധികം പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറയിലായിരുന്നു ഞാൻ ജനിച്ചതെങ്കിൽ കുറച്ചുകൂടി പ്രിപ്പയർ ഞാൻ ഒന്ന് സെറ്റിലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നതാണ് ഞാനെന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അമ്മ പറയാം. 100% 35 വയസ്സിന് മേലെയുള്ള ഗർഭം 10 വർഷം കൊണ്ട് ഇരട്ടിയായി. ഡോക്ടർ ആഗ്നസ്, ഡോക്ടറെ പറ്റി പറയുമ്പോൾ എനിക്ക് 2 വാക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ ഒരു 8ാം ക്ലാസ് മുതൽ എൻ്റെ എല്ലാ ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളും എൻ്റെ സംശയങ്ങളും എല്ലാം തീർത്തിട്ടുള്ള ആളാണ്. എൻ്റെ ഡെലിവറി നോക്കിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഡോക്ടറാണ്. അത് മാത്രമല്ല, കല്യാണം ഒരു 18 വയസ്സിൽ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. 18 വയസ്സ് കഴിഞ്ഞപ്പം എനിക്ക് എത്രയും പെട്ടെന്ന്, എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്, ഒരു കുഞ്ഞുവാവ പെട്ടെന്നുണ്ടായി, ഒന്നല്ല ഒരു 3-4 കുഞ്ഞുവാവ വേണം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കുറച്ച് ആക്ച്വലി പറഞ്ഞ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. ഞാൻ ഡോക്ടർക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ല. ആ ആശയിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികൾ, ഞാൻ പറയുന്നത് ആശയിൽ നിന്ന് ഇപ്പം എടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഉത്തരയും കീർത്തനയുമാണ്. എൻ്റെ 2 മക്കൾ, നിങ്ങളുടെ പ്രായമുള്ള 2 മക്കളുണ്ട്. അവരുടെ കാര്യം എനിക്കറിയില്ല. അവരുടെ ഒരു ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 4 ഇയേഴ്സ് കഴിഞ്ഞു. ഇപ്പൊ കുട്ടി വേണോ കുട്ടി വേണ്ടയോ എന്നൊന്നും ഞാൻ ഒരിക്കലും അവരോട് ചോദിക്കില്ല. ഇറ്റ്സ് ഓൾ ഇൻഡിവിജ്വൽ ഡിസിഷൻ. പക്ഷെ ഡോക്ടറുടെ ഒപ്പീനിയൻ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രസവിക്കാൻ പേടിയാണോ? പ്രസവിക്കാൻ ഭയം എന്നുള്ളതിനേക്കാളും അത് നമുക്ക് ആന്റിനേറ്റൽ ക്ലാസ് സപ്പോർട്ട് എല്ലാം ഉണ്ട്. അതിനേക്കാളും ഏറെ ഇപ്പോഴത്തെ യുവാക്കൾക്കുള്ള പ്രശ്നം ആ പാർട്ട്ണർ സപ്പോർട്ടാണ്. അത് എങ്ങനെ അവരുടെ കരിയറിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി ഉണ്ടെങ്കിൽ കാരിയറിനെ അഫക്റ്റ് ചെയ്യാതെ എങ്ങനെ കൊണ്ടുപോകാം, ബോഡിയെ തന്നെ നല്ല ഷേപ്പിൽ നിർത്തിക്കൊണ്ട് എങ്ങനെ പോകാം, ഇതൊക്കെ ആണ് ചിന്തകൾ വരുന്നത്. ഒരു കുഞ്ഞുണ്ടായാലുള്ള ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മുഴുവൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അത് എത്രയൊക്കെ പറഞ്ഞാലും എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാലും അവസാനം വരുമ്പോൾ കുട്ടികളെ നോക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. അതിന് ഒരു മാറ്റം വന്നിട്ടില്ല, വരാൻ പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സെമിറയ്ക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ സംസാരിച്ച എല്ലാവരും എനിക്ക് ലേറ്റ് ആയിട്ടാണ് കുട്ടി ഉണ്ട്. 11 ഇയേഴ്സ്, ആഫ്റ്റർ 11 ഇയേഴ്സ്. പക്ഷെ ഈ പറഞ്ഞില്ലേ, സൊസൈറ്റി ചോദിക്കും, അതൊന്നും ഞങ്ങളെ ബാധിച്ചില്ല. ഇതെന്തിനാ നമ്മൾ ബോധേഡ് ആവുന്നത്? എന്തിനാ ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ കണ്ടാ പോരെ? എന്തിനാണ് ജെൻസി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സമൂഹം നമ്മളോട് ചോദിക്കാൻ പാടില്ല കുട്ടി ഉണ്ടായോ എന്ന്. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സപ്പോർട്ട് വേണം. പോസ്റ്റ് പാർട്ടൽ ഡിപ്രഷൻ എന്ന് ഇപ്പൊ അവിടെ സംസാരിച്ചേ ഉള്ളൂ. അപ്പൊ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. എനിക്ക് ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത്. പക്ഷേ ദ മൊമെന്റ് ഐ സോ മൈ സൺസ് ഫേസ്, വേദന എടുത്ത് C-സെക്ഷൻ ചെയ്ത് കിടക്കുമ്പോഴും എൻ്റെ മോന്റെ മുഖം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അല്ലേ? റോസാപ്പൂ വിരിഞ്ഞ പോലെ അവൻ എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ച ആ ഒരു നിമിഷമുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ. ബാക്കി എൻ്റെ കരിയറിലുണ്ടായ, എൻ്റെ ലൈഫിലുണ്ടായ, ഞാൻ TV-യിൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, അതൊന്നുമല്ല. ദാറ്റ് മൊമെന്റ് ഐ കനോട്ട് ഫോർഗെറ്റ്. അത് ഫ്രെയിം ചെയ്ത് എൻ്റെ മനസ്സിലുണ്ട്. ഈ ഒരു മനോഹരമായിട്ടുള്ള ഇമോഷണലി മനസ്സും കണ്ണൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മൊമെന്റാണ് നമ്മൾ കണ്ടത്. മകന്റെ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞു. ഇതേ അവസ്ഥയിൽ കുട്ടിയുടെ മുഖം കാണുമ്പോൾ ചിരിക്കാത്ത പാരന്റ്സ് ഉണ്ട്. ആദ്യമായിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ചിരിക്കാത്ത പാരന്റ്സ് ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ ആശശരത്ത് തന്നെ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, വിധിക്കാതെ കേൾക്കാം.
വിധിക്കാതെ കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ഒപ്പീനിയനെ ജഡ്ജ് ചെയ്യാതെ അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടാണല്ലോ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായതിനെ പറ്റിയിട്ട് വിവരിച്ചത്. അതേ സംഗതിനെ എനിക്ക് വേണമെങ്കിൽ വിധിച്ചുകൊണ്ട് കാണാം. കാരണം എൻ്റെ എനിക്കത് യാതൊരു തരത്തിലുള്ള വികാരവും ഉണ്ടാക്കാത്തൊരു സംഗതി ആയതുകൊണ്ട് വേണമെങ്കിൽ അതൊരു മോശം അതിലെന്താ ഇപ്പോൾ ഉള്ളേ എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം. പക്ഷേ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സംഗതിയാണ് എന്നതിൽ ഞാൻ നിങ്ങളോട് ഐക്യപ്പെടുന്നു, അല്ലെ? ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ സന്തോഷം കണ്ടെത്താത്ത സ്ത്രീകളും ഉണ്ട് എന്നതിൽ നമുക്ക് വിധിക്കാതെ അത് കേൾക്കാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത്. കാരണം ആ വിധിക്കൽ സമൂഹത്തിൽ ഒരുപാടുണ്ട്. രണ്ടാമത് പറഞ്ഞത്, സമൂഹം നിങ്ങളുടെ അടുത്ത് വിശേഷമായില്ലേ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരുടെ അടുത്ത് കുട്ടികൾ ഉണ്ടാവുന്നില്ലേ എന്ന് ചോദിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ സപ്പോർട്ട് വേണം കുട്ടികളെ റേസ് ചെയ്യാൻ, അതൊരു ഇരട്ടത്താപ്പല്ലേ എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെച്ചു. പക്ഷെ രണ്ടും രണ്ട് കാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരുപാട് ചോയ്സിനെ സമൂഹം വിധിക്കുന്നുണ്ട്. ആ വിധി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോളിസിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ഡേ കെയർ വേണമെന്നുള്ളത് സമൂഹം മാറുന്നതല്ല. സമൂഹം ഇപ്പോഴും അത് നിങ്ങളൊക്കെ തന്നെ വീട്ടിലിരുന്ന് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാണ്, അത് നടപ്പാക്കാനായിട്ട് ജോലി സ്ഥലങ്ങൾ തീരുമാനം എടുക്കുകയാണ്. അത് പോളിസിയാണ്. പോളിസിയിൽ മാറ്റം വരുന്നതിലൂടെ സമൂഹത്തിൽ പതുക്കെ പതുക്കെ വിശേഷമായോ എന്നുള്ള ചോദ്യം മേ ബി കുറഞ്ഞേക്കാം. അതിലേക്കാണ്, അത് ഇരട്ടത്താപ്പല്ല. 3 പെൺകുട്ടികളുടെ അമ്മയാണ് ഗീതാബക്ഷി. എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലുള്ള മക്കളായിരിക്കും ഉണ്ടാവാം. ഭാഷാജി പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ച് ആദ്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞൊരു കാര്യം, എനിക്കിപ്പോൾ കുട്ടി ഉണ്ടാവണമെന്ന്. കുട്ടി വന്ന് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടി സ്കൂളിൽ പോവും, എനിക്ക് വേറെ പണിയൊന്നുമില്ല, കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ല, ഒരു ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ച് പിന്നെ ജേർണലിസ്റ്റിലേക്ക് പോയത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുന്നോട്ട് പോകണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യം കുട്ടിക്ക് കാറ് വേണം, കുട്ടിക്ക് അത് വേണം. അതുകൊണ്ട് കുട്ടിക്കായിട്ട് ജീവിച്ച ആൾക്കാരാണ്. കാര്യം ചോദിച്ചോട്ടെ, ഈ 3 മക്കളുണ്ടല്ലോ, അവരുടെ ഒരു ഒപ്പീനിയൻ എന്താ ഈ ഞാൻ കാര്യത്തിൽ? പറയാൻ വരുന്നത്, ഉള്ളിൽ ഇങ്ങനെ അമ്മ ചറകടിച്ച് കിടക്കുന്ന എൻ്റെ 3 മക്കളിൽ 2 പേര് കല്യാണം കഴിച്ചു, 3 പെൺകുട്ടികളാണ്. കല്യാണം കഴിച്ച് സ്വാഭാവികമായി ഞാനെന്ന അമ്മ മൂത്ത കുട്ടിയോട് പറഞ്ഞു, അവൾ 26 വയസ്സിലെ കല്യാണം കഴിച്ചേ, ഇനി ഞാൻ നിന്റെ വീട്ടിൽ വരുമ്പോൾ US അപ്പോൾ ഇനി വരുമ്പോൾ കുഞ്ഞു വേണം കേട്ടോ എന്ന്. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് 2നും കരിയർ ഇതുണ്ട്, അമ്മയ്ക്ക് അറിഞ്ഞൂടാ അന്നത്തെ കാലം എന്താ. ശരി. അപ്പോഴും എന്നോട് പറഞ്ഞു, ഒന്ന് സ്റ്റേബിളായിട്ടെന്ന്. 1 സ്റ്റേബിളായി, 2 സ്റ്റേബിളായി, 3 സ്റ്റേബിളായി. അവർ 2 പേരും പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ കുട്ടി വേണ്ട, ഷീസ് 35 to 6 വേണ്ടാന്നോ അതോ ഇപ്പൊ കുട്ടി വേണ്ടാന്നായി? ആദ്യം ഇപ്പോൾ വേണ്ടാന്നായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ ദത്തെടുത്ത് തരാമെന്ന്. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, ഇതാണ് അമ്മയുടെ എൻ്റെ ആദ്യത്തെ പേരക്കിടാവ് നഗറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ 2ാമത്തെ ആള് കല്യാണം കഴിച്ചു. അപ്പോഴും എൻ്റെ ഉള്ളിലെ അമ്മൂമ്മ ചിറകടിക്കുകയാണ്. കഴിഞ്ഞ കഥ വെച്ചിട്ട് ഇവള് ഒരു 35 വയസ്സാകുമ്പോൾ ഒരു പട്ടിക്കുട്ടിയെ സംഭാവന ചെയ്യുമെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു? വളരെ സ്മാർട്ടായിട്ട് 2 പട്ടിക്കുട്ടികളെ ഓൾറെഡി എടുത്ത് വളർത്താൻ തുടങ്ങി. ഇനി കമ്മിങ് സീരിയസ്ലി, എനിക്ക് എങ്ങനെ എൻ്റെ കുട്ടിയോട് പറയാം? മൂത്തയാൾ പറയാം, ഐ ഡോണ്ട് ഹാവ് ദറ്റ് ഇൻസ്റ്റിങ്ക്റ്റ്. അവർക്കത് ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല. കുട്ടികളെ ഇഷ്ടമാണ്, മറ്റുള്ളവരുടെ കുട്ടികളെ ഇഷ്ടമാണ്. മദർഹുഡ് ഫീൽ ഇല്ല. ഫീലില്ല. ഇപ്പൊ നമ്മൾ ഈ കൊച്ചിനെ നിർബന്ധിച്ച് കുട്ടിയിടടി എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവൾക്ക് ആ ഫീലിംഗ് ഇല്ലെങ്കിൽ, ഗ്രാൻഡ് മദർ ആണെന്നും പറഞ്ഞ് എനിക്ക് നോക്കുന്നതിന് പരിധിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അമ്മൂമ്മ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അത് അവളുടെ കുട്ടി, അവളുടെ ചോയ്സ്, അവൾക്ക് സ്നേഹമില്ല, അവർക്ക് വേണേ അവരുണ്ടാക്കിയാൽ. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. 21 ഇയേഴ്സിലാണ് ആക്ച്വലി ഞാൻ അമ്മയാവുന്നത്. ശ്രീമതി ഗീതാബക്ഷി പറഞ്ഞതുപോലെ ആ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ആ സമയത്ത് എനിക്ക് വന്നു 21 ഇയേഴ്സിൽ. അന്ന് വെൽ പ്ലാൻഡ് പ്രഗ്നൻസിക്ക് ഞാൻ തയ്യാറായത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഐ ഗോട്ട് മാരീഡ് ഓഫ് ഇൻ ടു എ പ്രിവിലേജ്ഡ് ഫാമിലി. അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നേനെ. ഇപ്പം പല കുട്ടികളും ഇവിടെ വന്നവർ, ഞാൻ 21 വയസ്സ് ഞാൻ പ്രസവിച്ചു എന്ന് ഞാൻ വളരെ കുറ്റബോധത്തോടു കൂടി അവരോട് പറയുന്നത്, അങ്ങനെ പറ്റിപ്പോയി മക്കളെ, സോറി. കാരണം അവരത് കേൾക്കുമ്പോഴത്തേന് 21 വയസ്സിൽ പ്രസവിച്ചോ, ഓ എന്തോ ഞാനെന്തോ ഭയങ്കര തെറ്റ് ചെയ്ത പോലെ കുട്ടികളെ പറയും. പക്ഷേ ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഐ ഹാഡ് ദി സപ്പോർട്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലും കുട്ടിയെ മാറ്റി നിർത്തി ജോലിക്ക് പോവാന്ന് പറയുന്നത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഗിൽട്ടായിരുന്നു. അതായത് പാരന്റിങ് ഗിൽട്ട് ഒരു ഭാഗത്ത്, ഓഫീസിലിരിക്കുമ്പോൾ അയ്യോ കുട്ടിയുടെ ഇത്രയും നല്ല സമയം ഞാൻ മിസ് ചെയ്യാണ്, കുട്ടി എന്ത് ചെയ്യാവോ, ഞാൻ നോക്കേണ്ട സമയമല്ലേ എന്നുള്ളത് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തിരിച്ച് കുട്ടിയുടെ അടുത്തിരിക്കുന്ന സമയത്ത് ഞാനിന്ന് ശരിക്കും പെർഫോം ചെയ്തിട്ടില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ കുട്ടിയുടെ അടുത്തായിരുന്നു. എന്നാൽ കുട്ടിയുടെ അടുത്തുള്ള സമയം എനിക്ക് മുഴുവൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല.
ഒരു നമ്മുടെ സൊസൈറ്റി പണ്ടെപ്പോഴോ ക്രിയേറ്റ് ചെയ്ത ഒരു ബാലൻസ് ലൈഫ് കോൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി എൻ ഇൻഫോംഡ് സാക്രിഫൈസ് എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കുന്നു എനിക്കെന്താണ് ഇപ്പോൾ വേണ്ടത്. അതെ, ഇഫ് ഐ എൻജോയ് മദർഹുഡ് റൈറ്റ് നൗ, എൻജോയ് മദർഹുഡ്. ഐ വോണ്ട് ടു റൺ മൈ കരിയർ വിത്ത് മദർഹുഡ്, യു ഡു ദാറ്റ് കോൺഫിഡൻ്റ്ലി. എല്ലാം വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതെ, മാം പറഞ്ഞ പോലെ ഇറ്റ് ഈസ് യു ആർ സ്റ്റക്ക് ഇൻ എ ഗിൽറ്റ് ട്രാപ്പ്. ജോലി ചെയ്താൽ ഗിൽറ്റി, കുട്ടി ഉണ്ടായാൽ ഗിൽറ്റി. സോ ഇത് നമ്മൾ തന്നെ തീരുമാനിച്ച് എനിക്കിപ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ്. ഐ എം റെഡി ടു സാക്രിഫൈസ് മൈ കരിയർ ബിക്കോസ് ഐ വോണ്ട് ടു എൻജോയ് മദർഹുഡ് റൈറ്റ് നൗ. ഇറ്റ്സ് നോട്ട് എ കോംപ്രമൈസ് എനിവേർ. ഇഫ് യു നോട്ട് റെഡി ടു എൻജോയ് യുവർ എൻജോയിങ് യുവർ കരിയർ, ഫോക്കസ് ഓൺ ഇറ്റ്. Pregnancy, motherhood, as a gynecologist, I can confidently tell you, it is not that life-changing event എല്ലാവരും പറഞ്ഞ പോലെ. I can proudly say that I'm someone who worked till the last day of my pregnancy and was back on track in a month because I had a very supportive എൻവയൺമെന്റ്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വളരെ ചെറുതിലേ മുതൽ ജോലി ചെയ്ത് തുടങ്ങിയ ആളാണ്. എന്നെ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ അമ്മയാണ്, കലാമണ്ഡലം സുമതി. 8ാം ക്ലാസ് മുതൽ അമ്മ പഠിപ്പിക്കുമ്പോൾ അമ്മയുടെ സൈഡിലിരുന്ന് കോല് കൊടുത്ത് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നു. അന്ന് എനിക്കൊരു 100 രൂപ ശമ്പളമായി തരും. കാര്യം അമ്മ എന്നോട് പറയുമായിരുന്നു, സ്വന്തമായി അധ്വാനിച്ച് കിട്ടുന്ന പൈസയുടെ വില വലുതാണ്, അത് സൂക്ഷിക്കണം. അപ്പം മറ്റൊരാളോട് എന്തെങ്കിലും വേണമെങ്കിൽ കൈനീട്ടാതെ നിനക്ക് സ്വയം ജീവിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അന്ന് 8ാം ക്ലാസ് മുതൽ ഈ നിമിഷം വരെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അതിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് വലുതായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ജോലി ചെയ്തിരുന്നത് ആദ്യ കാലങ്ങളിൽ UAE-ലാണ്. ഞാൻ ഒരു പ്രവാസി മലയാളി കൂടിയാണ്. വർഷങ്ങളായിട്ട് 10 വർഷം ഞാൻ ജോലി ചെയ്ത് റേഡിയോയിലായിരുന്നു അവിടെ. ഇപ്പോഴല്ല, ആദ്യ കാലങ്ങളിൽ. എൻ്റെ മക്കളെയും കൊണ്ട് പ്രാമിൽ വെച്ചിട്ട് പ്രാം കൊണ്ടുപോയി വെച്ച് ഉറക്കി കിടത്തിയിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെന്റ് എനിക്കുണ്ടായിരുന്നു. അഭിനയം ശരിയാണ്, മക്കളൊക്കെ വലുതായ ശേഷമാണ് അഭിനയത്തിലേക്ക് വന്നത്. ഇതെല്ലാം ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമം. ആശാ ശരത് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഞാനും മക്കളെയും നോക്കി ആ ഒരു പാരന്റിങ്ങിൽ ഒരു കുറവും വരുത്താതെ തന്നെ കരിയറും ബിൽഡ് ചെയ്ത ഒരാളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് തന്നെ. ഡസ് നോട്ട് മീൻ ദാറ്റ് കുട്ടികൾക്ക് വേണ്ടി കരിയർ ഉപേക്ഷിച്ചു വെച്ചാൽ നമുക്ക് കരിയറിൽ പ്രതിഭയില്ലാഞ്ഞിട്ടല്ല. ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളാണ്. പറഞ്ഞോട്ടെ, 13 വർഷം ഞാൻ നൃത്തം വേദിയിൽ അവതരിപ്പിച്ചിട്ടില്ല. ഈ മക്കളുണ്ടായ ശേഷം ഒരു 13 വർഷത്തെ ഞാൻ നൃത്ത മേഖലയിലുണ്ടായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു, കൊറിയോഗ്രാഫ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ ചെലങ്ക കെട്ടി വേദിയിൽ 13 വർഷം നൃത്തം ചെയ്തിട്ടില്ല. കാരണം അതിന് ഭയങ്കരമായിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അങ്ങനെ ഒരു കാലമൊക്കെ എല്ലാവർക്കും ഉണ്ട്. മൾട്ടി ടാസ്കിങ് ഉള്ളവർ എല്ലാം കൂടെ നമുക്ക് ചിലപ്പോൾ വാരി കൂട്ടി എടുക്കാൻ പറ്റില്ല. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു 13 വർഷം ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് നർത്തകി എന്ന നിലയിൽ നഷ്ടമായിട്ടുണ്ട്. യു സെഡ് ഇറ്റ്, കറക്റ്റാണ്. മഴയുടെ നല്ല പേരാണ് കേട്ടോ മഴ. മഴയുടെ ഒപ്പീനിയൻ എന്താണ്? താങ്ക് യു. എസ്പെഷ്യലി ഒരു സ്ത്രീയാണ് ഈ ഒരു ഗർഭകാലം മൊത്തം അതിൻ്റെ ഹോർമോണലായിട്ടും മെൻ്റലായിട്ടാണെങ്കിലും ഫിസിക്കലായിട്ടാണെങ്കിലും ഉള്ള എല്ലാ കോൺസിക്വൻസും എടുക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ത്രീയുടെ തന്നെ ചോയ്സാണ് കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളത്. പ്രിയങ്ക എന്ത് തോന്നുന്നു? എൻ്റെ മക്കള് 4ാം ക്ലാസ് പഠിക്കുകയാണ്. എൻ്റെ മോൾ എന്നോട് ഒരു ദിവസം ഞാനിങ്ങനെ കാഷ്വലി സംസാരിക്കുന്ന ടൈം എന്നോട് ഞാൻ പറഞ്ഞു, യു വിൽ ബി ഹാവിങ് എ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നോ മമ്മ, ഞാൻ കല്യാണം കഴിക്കില്ല. ഞാൻ അതെന്താ, കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങളുണ്ടാവും. ഞാൻ എന്താ കൊച്ചുങ്ങളുണ്ട്, അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്, എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നൽ എങ്ങനെയാ ചെറിയ കുട്ടികൾക്ക് വരുന്നത്? മോക്ക് എവിടുന്ന ഇങ്ങനെ. അത് മാത്രല്ല മമ്മ, ആ പ്രോസസ്സ് ഭയങ്കര പെയിൻഫുൾ ആണ്. വെരി സ്മോൾ. ഞാൻ ചോദിച്ചു മോളെടുത്ത് ആരോ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. മിസ്കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളിൽ വരുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ നിന്നാവാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാവാം. ചിലപ്പം നമ്മൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവരടുത്തുണ്ടോന്നൊന്നും നമ്മൾ നോക്കത്തില്ല. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഡോക്ടർ സിജിയ, ഡോക്ടറുടെ ഒപ്പീനിയൻ എന്താണ് ഇതിനെ കുറിച്ചിട്ട്? ഇന്നത്തെ കുട്ടികളുടെ ഇമോഷണൽ സ്റ്റേറ്റസ് ആണ്. പഴയ നമ്മളുടെ ആളുകളുടെയും ജെൻസീസിൻ്റെയും ഇമോഷണൽ സ്റ്റേറ്റസിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്, ന്യൂ നോർമലിൽ നമ്മുടെ എല്ലാവരുടെയും സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഈസ് സോ ഹൈ. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ആങ്ഷ്യസ് ആകുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പലപ്പോഴും ഇന്നത്തെ പെൺകുട്ടികൾ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ കരിയറിലൊരു സ്റ്റേറ്റസിലേക്ക് എത്തുന്നതിന് മുമ്പ് പലപ്പോഴും ഈ പ്രഗ്നൻസി ഇവരെ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് തള്ളിയിടുന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നു, അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്ക് പോകുന്നു. പണ്ട് ഇതൊന്നും അറിയാൻ നമുക്ക് അധികം ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇന്ന് ഓരോരുത്തരും അവരുടെ പ്രഗ്നൻസി തൊട്ട് അവരുടെ ഡെലിവറി തൊട്ട് എല്ലാ പ്രോസസ്സുകളും ഇന്ന് വളരെ മൈക്രോസ്കോപ്പിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അത് കുറച്ച് പേരെ ആങ്ഷ്യസ് ആക്കുന്നുണ്ട്.
അത് വൺ ഓഫ് ദ റീസൺ. ഇനി അത് മാത്രമല്ല, ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ പലരും ചിന്തിക്കുന്ന, പെൺകുട്ടികൾ ചിന്തിക്കുന്നത് ഡെലിവറി ആകുന്ന എല്ലാവർക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകും എന്നുള്ള ഒരു മിഥ്യാധാരണ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വേറെ ഉണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇമോഷണൽ കോഷ്യന്റ് ഭയങ്കര ലോ ആണ്. ഞാൻ അതുകൊണ്ട് പറയും ഇമോഷണൽ ഫിറ്റ്നസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിരപ്പള്ളി സിൽവർ സ്റ്റോം ആശാ സെർച്ച് ഷോ പവേർഡ് ബൈ ജോയ് ആലൂക്കാസ് ആൻഡ് കാഞ്ചന ഫുഡ്സ്. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല, മറ്റൊരു എപ്പിസോഡിൽ തുടരും. Asha Sharad Show, presented by Adirapalli Silverstone Park and Resorts. Skystorm Cable Car at Adirapalli Silverstone. Co-powered by Joy Alucas. സ്വർണം വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും ജോയ് ആലുക്കാസ് ഉണ്ടല്ലോ. Co-powered by Kanchana Foods. അയ്യോ സാമ്പാർ